ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ് കേട്ടോ. വളരെ സ്പെഷ്യൽ മീൻകറിയൊന്നും അല്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഒരുപാട് പേര് മീൻകറി വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് മീൻകറിയുടെ റെസിപ്പീസും ചിക്കൻ കറിയുടെ റെസിപ്പീസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റിൽ മീൻകറിയും ചിക്കൻ കറിയൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ മാങ്ങ തോല് ചെത്തി മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നടുക്കുന്ന പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും 4 സാമ്പാർ മുളകും, ട്രിവാൻഡ്രത്ത് സാമ്പാർ മുളക് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ഞുറുക്കി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മീനായാലും ഇറച്ചിയായാലും മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു പൂർണ്ണമായൊരു തൃപ്തി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരുന്നത് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഒരു മുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, മുഴുവനോടുള്ള പച്ച ഉലുവ, പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ മിക്സറിൻ്റെ ജാറിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തേങ്ങയെല്ലാം ഞാൻ നല്ലപോലെ തേങ്ങയുടെ കൂട്ടെല്ലാം ഞാൻ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മിക്സറിൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നി, വീണ്ടും ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയ്ക്കും ഒന്ന് വെന്ത് വരണമല്ലോ. ആ സമയത്ത് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരുന്നത്. നല്ല വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കറിയൊക്കെ തിളച്ച് തുടങ്ങി. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റോളം തിളച്ചോട്ടെ. നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫിഷ് കറി ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പും പുളിയൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ കൈവച്ച് തിരുമ്മി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും അതുപോലെ തൊണ്ടൻ മുളകൊക്കെ ചേർത്ത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഫിഷ് കറിയാണ്. ഞാൻ മുന്നേ അയല മീൻ വെച്ച് മീൻ കറി ഇവിടെ യൂട്യൂബിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ട്രിവാൻഡ്രം അല്ല സ്ഥലം. ട്രിവാൻഡ്രത്തെ ഈ മീൻകറി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ലൊരു മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.